നമസ്കാരം. രാജ്യം മറ്റൊരു റിപ്പബ്ലിക് ദിനം കൂടി ആഘോഷിക്കുകയാണ് നാളെ. നാളത്തെ ആഘോഷങ്ങൾ അത് ദില്ലിയിലടക്കം കനത്ത സുരക്ഷയിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സുരക്ഷയാണ് ദില്ലിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങൾ അത്രമാത്രം വിപുലമാണ് ദില്ലിയിൽ. നാളെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം വലിയ ഭീഷണിയിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദില്ലിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭീഷണിയും അത്രമാത്രം വലുതാണ്. ആ ഭീഷണിയെ കണക്കിലെടുത്തുകൊണ്ടുള്ള വലിയ സുരക്ഷാ സന്നാഹം ഇപ്പോൾ ദില്ലിയിൽ ഒരുക്കിയിരിക്കുകയുമാണ്. സത്യത്തിൽ പലതരത്തിലുള്ള ഭീഷണികൾ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യം നേരിടുന്നുണ്ട്. അതിലൊന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണിയാണ്. അതായത് ബംഗ്ലാദേശിലെ ചില ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തലപൊക്കിയിട്ടുണ്ട്. ആ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ കൈ അയച്ച് സഹായം നൽകുകയാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ ഈ അവസരത്തിൽ ആക്രമണം ഉണ്ടാക്കിയാൽ തീർച്ചയായും അത് പാകിസ്ഥാനെ ദോഷകരമായി ബാധിക്കും. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് തെളിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനി ഭീകര സംഘടനകൾ നേരിട്ട് ഇന്ത്യയെ ആക്രമിക്കുന്നതിനു പകരം ബംഗ്ലാദേശി ഭീകര സംഘടനകളെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏറെ നാൾ മുമ്പ് തന്നെ പാകിസ്ഥാനിലെ ഭീകര നേതാക്കൾ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് ഭാഗങ്ങളിൽ യോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടത്താനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഭീഷണിയുമുണ്ട്. ഖാലിസ്ഥാൻ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ആ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ പഞ്ചാബിലെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രവർത്തിക്കുന്ന ഗ്യാങ്ങുകൾ, മാഫിയ സംഘങ്ങൾ, ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്താനും ഇത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം അത് പലയിടങ്ങളിലുമൊക്കെ ഈ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ കരിയോയിൽ ഒഴിക്കുക, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതുക, ഇതൊക്കെയാണ് ബ്രിട്ടനിലും മറ്റും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആക്രമണങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ഖാലിസ്ഥാനികൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരവും നേരത്തെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സൺഗ്ലാസുകളാണ്. സുരക്ഷാ ഭടന്മാർ ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൺഗ്ലാസുകൾ കഴിഞ്ഞ ദിവസം തന്നെ ദില്ലി പോലീസ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സൺഗ്ലാസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ധരിക്കുന്ന പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിൻ്റെയോ ഇൻ്റലിജൻസ് ഏജൻസികളുടെയോ ഡേറ്റാബേസിൽ ഇടം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ അന്വേഷിക്കുന്ന കുറ്റകൃത്യ പശ്ചാത്തലമുള്ള ഭീകരന്മാരോ മറ്റു കുറ്റവാളികളോ ദില്ലിയിൽ കാലുകുത്തിയാൽ ഇവരെ കാണുന്ന മാത്രയിൽ തന്നെ തിരിച്ചറിയാനാണ്, റിയൽ ടൈമിൽ തത്സമയം തിരിച്ചറിയാനുള്ള ശേഷി ഈ സൺഗ്ലാസിനുണ്ട്. ഈ സൺഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ദില്ലി പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ റോന്തു ചുറ്റുക. ഇത് ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം സൺഗ്ലാസുകൾ ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം. അതായത് ഷോപ്പിംഗ് സെൻറ്ററുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ഇവിടങ്ങളിലെല്ലാം ഈ സൺഗ്ലാസുകൾ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തും. അങ്ങനെയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപരിചിതരാണെങ്കിൽ കൂടി ആ വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഇൻ്റലിജൻസ് വിവരങ്ങളുമായും പോലീസ് വിവരങ്ങളുമായും ഒക്കെ ഒത്തുനോക്കിക്കൊണ്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഭീകരരും കുറ്റവാളികളും ദില്ലിയിൽ കാലുകുത്തിയാൽ, അവർ പോലീസിൻ്റെ കൺവെട്ടത്ത് വന്നാൽ ഉടൻ തന്നെ അകത്താകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ ഈ AI സൺഗ്ലാസിലൂടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, മാസീവ് ഡിപ്ലോയ്മെൻ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, നിരവധി ആളുകൾ, അതായത് വിവിധ ഏജൻസികളിൽ നിന്ന് 70,000-ഓളം വരുന്ന സുരക്ഷാ ഭടന്മാരെയാണ് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത്. അതായത് ദില്ലി പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, ഇൻ്റലിജൻസ് യൂണിറ്റുകൾ എന്നിങ്ങനെ ബോംബ് സ്ക്വാഡ്, മറ്റ് നിരവധി യൂണിറ്റുകൾ, അവരുടെ എല്ലാം 70,000-ഓളം വരുന്ന സുരക്ഷാ ഭടന്മാർ രാജ്യത്തിന് കാവലായി ദില്ലിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുവരെഴുത്തുകളും മറ്റും തടയാനുള്ള സർവൈലൻസും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ മോക്ക് ഡ്രില്ലുകളും നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം.
അത് ദില്ലിയിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് നാളെ രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.